ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭഗവാൻ തരുന്ന ആ അനുഗ്രഹം എന്താണെന്നുള്ളതാണ്. ഇപ്പം നമ്മളെല്ലാവരും പല പല ചുറ്റുപാടുകളിൽ പെട്ടവരാണ്, ഒരുപാട് ദുഃഖങ്ങളുള്ളവരാണ്, ചിലവർക്ക് പല ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനായി കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് അനുഗ്രഹങ്ങളാണ് ഭഗവാൻ ഡിവൈൻ നമുക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു പയൽ റീഡിംഗ് ആണ്. ഇതിനായിട്ട് ഇവിടെ 2 പയൽസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ, അതായത് വൈസ് എന്നുള്ളൊരു കാർഡാണ്. ഇതാണ് സെക്കൻഡ് പയൽ, കൈൻഡ് എന്നാണ് ഈ കാർഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ 2 കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കുള്ള യഥാർത്ഥമായ ഉത്തരം തന്നെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുക. അഥവാ നിങ്ങൾക്ക് ഒരു കാർഡിൽ പറയുന്ന കാര്യങ്ങൾ റെസണേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു കാർഡ് കൂടി കണ്ടു നോക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഇതിൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആൻഡ് എനർജി നിങ്ങളുടേതാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന ആ ഒരു പൗർണമി റിച്വലിൽ പങ്കെടുക്കാൻ വേണ്ടവര് തീർച്ചയായിട്ടും ഇന്ന് രാത്രി 12 മണി വരെ അതിനൊരു ടൈമുള്ളൂ. അതിനുള്ളിൽ ആ നെയിംസ് എഴുതിയിടുക. അതുവരെയുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പയലായ വൈസ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ കാർഡ്സ് ഷഫിൾ ചെയ്ത് തിരഞ്ഞെടുക്കാം. The Lover's card, Page of Swords, the Star, Seven of Cups, the Empress, the Magician, Queen of Pentacles, and the last card, Two of Swords. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന ആ ഒരു മെയിൻ കാർഡ് എന്ന് പറയുന്നത് വൈസ് എന്നുള്ള കാർഡാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും നേരിടാൻ കഴിയാത്ത വിഷമങ്ങളൊക്കെ വരുമ്പോൾ പലരും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ദൈവത്തെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പവറിനെ കുറ്റപ്പെടുത്താറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രം ഇങ്ങനെ വന്നതിന് നമ്മൾ സ്വയം പരിതപിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും അതോടുകൂടി പ്രാർത്ഥന നിർത്തി ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ജന്മത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കഷ്ടപ്പാടുകളോ ദുഃഖങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ വന്നു ചേർന്നതല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ പറയുന്നത് എന്തിനാണ്, നമ്മൾ പരമപദത്തിൽ ചെന്ന് ചേരണം എന്നുള്ളതാണ് നമ്മൾ പറയാറ്, നമ്മളുടെ ആ ഒരു സോള്. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് നമ്മൾ പല പടികൾ കടന്ന് പോകണം എന്നുള്ളൊരു തത്വം മനസ്സിലാക്കി നമ്മളുടെ ലൈഫിൻ്റെ ആ ഒരു പൂർണ്ണത എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലൗകിക ജീവിതത്തിൽ മാത്രം സ്റ്റക്കായിട്ടിരുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ആ ഒരു ഡിവൈൻ പവറിനെ കുറ്റപ്പെടുത്തി പോകാതെ
ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഇത് നിസ്സാരമായിട്ട് അല്ലെങ്കിൽ വെറുതെ നമ്മളിലേക്ക് വന്നു ചേരുന്നതല്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കി പോവുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായിരിക്കണം ചിലപ്പോൾ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യത്തിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അഥവാ ഇനി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ എന്നിവർ ഭയപ്പെടുന്നുണ്ട്. ആകെ ആ ഒരു കാര്യത്തിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം, തള്ളണോ കൊള്ളണോ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാം. അത്രയും കൺഫ്യൂസ്ഡ് ആണ് ആ വ്യക്തികൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ നന്ദി വാക്ക് പോയിട്ട് ഒരു നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ചീത്തയല്ലാതെ അവർക്ക് നല്ലതായിട്ടൊന്നും പറയാനില്ല. അങ്ങനെയുള്ള ചില വ്യക്തികളുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തി തന്നെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള വ്യക്തിയായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ആളാവാം, ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരും ആവാം. പക്ഷേ നിങ്ങൾ ഒരുപാട് സഫറിങ് ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരത് കാണുന്നില്ല, ഇവരത് മുഖവിലക്കെടുക്കുന്നില്ല. നിങ്ങളാ ചെയ്തതിനൊന്നും അവർക്ക് വിലയുമില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തലാണ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തികളുടെ സാന്നിധ്യം ഈ ഒരു പയൽ ചൂസ് ചെയ്തവരുടെ ലൈഫിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് വന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ ഒരു ഡിവൈൻ പവറിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നതും ഈ ഒരു കാര്യങ്ങൾക്കുള്ളൊരു വലിയ ആശ്വാസമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതായത് ഇപ്പം നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന, ഞാൻ ഓരോ കാർഡ്സിൻ്റെയും ഒരു എക്സ്പ്ലനേഷൻ പറയാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ലൈഫിൽ, അതായത് ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പയൽ ചൂസ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രണയത്തിലുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് ബോണ്ടിങ് ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾ തമ്മിൽ അടുക്കാനുള്ള ആ ഒരു അവസരം, പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരവസരം വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊരു സംതൃപ്തി, മാനസികമായിട്ടുള്ളൊരു സംതൃപ്തി നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾ അവരുടെ കരിയറിൻ്റെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതായത് അവർക്ക് ഇപ്പോൾ ഉള്ള ജോലിക്ക് തന്നെ തുടരണോ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്ന കുറച്ച് പേരെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ജോലി ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. സെക്കൻഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളിൽ ചിലരെങ്കിലും പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് വിചാരിച്ചിരുന്നൊരാഗ്രഹമായിരിക്കും. അതായത് ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അവർ പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ അതിനുള്ളൊരു അവസരം അവർക്ക് വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ തയ്യൽ പഠിക്കാത്തവരായിരിക്കും. അങ്ങനെ ഏത് കോഴ്സും, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു കോഴ്സായാലും എന്താണെങ്കിലും, നിങ്ങളുടെ ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിലും പുതിയതായിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് പഠിക്കാനും അത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിലൊരു ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ള ഒരു ടൈമായിട്ടാണ് നമുക്കിതിനെ പറയാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെക്കാൾ വയസ്സ് കുറഞ്ഞ, നിങ്ങളെക്കാളും പ്രായത്തിന് ഇളയതായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു കണക്ഷൻ, അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം, എങ്ങനെയാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അനിയൻ്റെയോ അനിയത്തിയുടെയോ ഒക്കെ സ്ഥാനത്തുള്ള നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു ബന്ധമാവാം. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രായത്തിന് ഇളയായിട്ടുള്ള ആൾക്കാരുടെ ഒരു സഹകരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട് അവർ മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇനി ഇവിടെ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡാണ്, തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സ്റ്റാർ കാർഡ് പറയുന്നത് നിങ്ങൾ ഏത് കാര്യത്തിലാണ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടും എന്നുള്ളതാണ്.
നിങ്ങൾ എത്ര കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നത്തിലായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ പലരോട് സപ്പോർട്ട് ചോദിക്കുന്നുണ്ടാവാം, പലരോട് ചോദിക്കുന്നുണ്ടാവാം എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഫൈനലി നിങ്ങൾക്കതിന് നല്ലൊരു സൊല്യൂഷൻ, നിങ്ങൾക്ക് തന്നെ നാളെ ഭാവിയിൽ അതൊരു പോസിറ്റീവായിട്ട് മാറിയേക്കാവുന്ന ഒരു സൊല്യൂഷൻ അതിനെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്സിലുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ള വ്യക്തികളാണെന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു പടി കൂടി ഒരു ഉയർച്ച, അതായത് കുറച്ചും കൂടി ഒരു ജനശ്രദ്ധ, അതുപോലെ തന്നെ ആളുകളുടെ ഒരു ഇഷ്ടം വാങ്ങാൻ, നമ്മളെ മറ്റുള്ളവർക്ക് നമ്മളോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നാൻ ഒക്കെയുള്ളൊരു നല്ലൊരു സമയമാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിലൊരു ആ സ്റ്റാർ എന്ന് പറയുന്ന പോലെയുള്ള പ്രകാശം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും അവരുടെ ഒരു കഴിഞ്ഞകാല ജീവിതം ഒരു ബർഡനായിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു മാനസികമായിട്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അവർ വേട്ടയാടിയിരുന്ന കുറച്ച് ഓർമ്മകളൊക്കെ അവർ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വേർപാടോ ഒക്കെ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ഒരു ബാഗേജായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു പാസ്റ്റ് മറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിലേക്ക് പോകാനുള്ള ഒരവസരവും കിട്ടുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങളധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഓൾറെഡി നമുക്കത് സ്റ്റാർ കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആ എന്തിൻ്റെ പേരിലാണെങ്കിലുമുള്ള ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും ചീത്തയൊക്കെ നമ്മളെ പ്രലോഭിപ്പിക്കുക. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നൊരു ടൈമാണ്. പല കാര്യങ്ങളിലേക്കും കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നിരത്തി വെച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് മിക്കതും പ്രിയപ്പെട്ടതാണെങ്കിൽ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെംപ്റ്റേഷനിൽ വീണു പോകാതെ അതിൽ നിങ്ങൾക്ക് നാളെ ഒരു നന്മ വരുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ പ്രണയത്തിൻ്റെ പേരിലായിരിക്കാം, കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കാം. നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക, പ്രലോഭനങ്ങളിൽ വീഴരുത് എന്നുള്ളതാണ്. നമുക്കിവിടെ 5ാമതായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എംപ്രസ് കാർഡാണ്. അപ്പോൾ ആ എംപ്രസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, അത്രയധികം ഒരു സന്തോഷത്തിൻ്റെ നടുവിലാണ്, അല്ലെങ്കിൽ ഒരുപാട് അബണ്ടൻസിൻ്റെ നടുവിലാണ്, ഒരുപാട് എന്താ പറയുക സമൃദ്ധിയുടെ നടുവിലാണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ഒരു മദർലി ഫിഗറാണ്. മദർലി ഫിഗർ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉത്തരവാദിത്വം നമ്മളുടെ കൈകളിലാണ്. നമ്മൾ കുറച്ച് പേരെ, നമ്മളുടെ വേണ്ടപ്പെട്ടവരെങ്കിലും നമ്മൾ ആ ഒരു നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്, നമ്മൾക്ക് അത്രയും സ്നേഹം അവർക്ക് കൊടുത്ത്. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം ആയിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് അവരുമായിട്ട് ചിലവഴിക്കാനുള്ള, അതായത് മറ്റുള്ളവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്രസ് എന്ന് പറയുമ്പോൾ മദർലി ഫിഗറാണ്. അത് നമ്മൾ പല ഡെക്കുകളിൽ പോലും കാണാം, നമുക്കൊരു പ്രഗ്നൻറ്റ് ലേഡിയുടെ ചിത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന വ്യക്തികളാണ്, അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രഗ്നൻസി, ആ ഒരു മാതൃത്വം അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ മുഖാന്തരം നിങ്ങൾക്ക് സന്തോഷം, അല്ലെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് പേരും പ്രശസ്തിയും, നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു വക അത് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അതുപോലെ നമുക്ക് നെക്സ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് മജീഷ്യൻ കാർഡാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ആ നമ്പറിൽ തന്നെ എല്ലാം ഉണ്ട്, അതായത് നമ്പർ 1 കാർഡാണ്. അപ്പോൾ അതുപോലെ തന്നെ എവിടെ മുൻപിലെത്താനുള്ള, നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ പുറകിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്കൊന്ന് ഫ്രണ്ടിലേക്ക് കയറിപ്പോവാൻ, അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവർ നിങ്ങൾക്ക് വഴിമാറി തരുന്ന ഒരവസ്ഥ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി, അല്ലെങ്കിൽ നിങ്ങൾ പോലും അതിശയിക്കുന്ന രീതിയിൽ അത് മാറിപ്പോവും. അത് മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥയാണ്. അതുപോലെ തന്നെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റിംഗ് കാർഡും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ ഒരിക്കലും ഇനി അത് കൂടിച്ചേർന്നാൽ ശരിയാവില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. അത്രയ്ക്ക് അത് തകർന്നു പോയിട്ടുള്ള ബന്ധങ്ങൾ, അതിപ്പോൾ റിലേഷൻഷിപ്പോ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെയൊക്കെ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി, എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരിക്കുന്ന അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ആ ഒരു നിങ്ങൾ 2 കൂട്ടരും തമ്മിലുണ്ടായിരുന്ന ആ മുറിവുകളൊക്കെ ഉണങ്ങി അത് പഴയതുപോലെ ദൃഢമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്.
ഇനി ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കാനായിട്ട് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കാം ജീവിച്ചത്, പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എടുത്തു നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുമായിരുന്നു, ജോലി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആഗ്രഹിക്കുന്ന ഒരു ജോലി, ആ ഒരു ജോലി ഇനിയിപ്പോൾ ഓൾറെഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഉയർച്ച, അതായത് പ്രൊമോഷനൊക്കെ പോലെ അതിലൊരു സ്റ്റെപ്പും കൂടി നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സെൽഫ് ലവ്, ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അത്ര അധികം സ്വന്തം ഔട്ട്ഫിറ്റിലൊന്നും ശ്രദ്ധിക്കാത്ത വ്യക്തികളായിരുന്നെങ്കിൽ നിങ്ങൾ ഇനി കുറച്ച് അണിഞ്ഞൊരുങ്ങി നടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ സ്വയം സ്നേഹിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അത് നമുക്ക് ഒറ്റ വാക്കി പറയാം. ഇനി ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വരുന്നത് 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാനിവിടെ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾക്ക് വില തരാതിരുന്ന, അല്ലെങ്കിൽ ആ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു, ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങളെപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകുന്നുണ്ട്. അതായത് അവരൊക്കെ തനിയെ അവരുടെ വഴിക്ക് പോയിക്കോളും, പിന്നെ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ 7 ഓഫ് കപ്സിൻ്റെ എനർജി പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ആ ഒരവസ്ഥ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കിവിടെ മറ്റുള്ള കാർഡുകളുടെ സാന്നിധ്യം പറഞ്ഞു തന്നിരിക്കുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾക്ക് ഭാവിയിൽ പോസിറ്റീവായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഓരോ കാർഡും വെച്ച് പറഞ്ഞു, പക്ഷേ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ശാന്തി, സമാധാനം, ഐശ്വര്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്കൊരു സമാധാനം ഇത്രയും നാൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതിരുന്ന, നിങ്ങൾ ചിലപ്പോൾ ഒരു വലിയ ഓട്ടത്തിലായിരിക്കും, വലിയ ഓട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിന്ന് ശ്വാസം എടുക്കാനുള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സമാധാനം നിങ്ങൾക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കിവിടെ കരിയറിലൊക്കെ നല്ല ഉയർച്ചകൾ കാണുന്നുണ്ട്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെയുള്ള നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാർ, നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്ന വ്യക്തികൾ, അവരുടെ മേലൊക്കെ ഒരു വിജയം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ കുറേ നാളുകളായിട്ട് നിങ്ങൾ കൊണ്ട് നടന്നിരുന്ന ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ കെട്ടുപാടുകൾ, നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന ആ ഒരു കീറ മാറാപ്പെന്ന് പറയാം, അതെല്ലാം നിങ്ങൾക്ക് ഉപേക്ഷിച്ച് നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളെ സ്നേഹിച്ച് പോകാനുള്ള ഒരു മൈൻഡ്, ആ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും അത്രയും ഒന്നും ഇല്ലാതിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഓട്ടത്തിലായിരുന്നു, നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമാധാനവും ശാന്തിയും വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഇത് ഒരുപാട് പേരുടെ എനർജി ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ഇതെല്ലാം തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാര്യങ്ങളെല്ലാം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാർഡ്സ് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇവിടെയും നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡ് തന്നെയാണ്. Ten of Wands, King of Pentacles, Two of Wands, Four of Pentacles, Four of Wands,
10 of Pentacles, and Ace of Pentacles. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നമ്മൾ എടുത്തിരുന്ന ആ ഒരു മെയിൻ കാർഡ് എന്ന് പറയുന്നത് കൈൻഡ് എന്നുള്ള കാർഡാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പലതരത്തിലുള്ള വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. ചിലരിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടാവാം, ചിലരിൽ നിന്ന് നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുറത്തു കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്നൊരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു അഡ്വൈസ്. അതുപോലെ തന്നെ നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഡിവൈൻ പവറിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുകയും അതുപോലെ നമ്മളോട് തെറ്റ് ചെയ്തു പോയവരോട് ക്ഷമിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു പരമപദം അല്ലെങ്കിൽ ആ ഒരു ഡിവിനിറ്റിനോട് കുറച്ചുകൂടി അടുക്കാൻ സാധിക്കുക. അങ്ങനെയുള്ളവരാണ് ആ ഒരു ഡിവൈൻ പവറിന് പ്രിയപ്പെട്ട വ്യക്തികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് തീർച്ചയായിട്ടും ഇതൊരു പരിഹാരമായിട്ട് മാറും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, മറ്റുള്ളവരോട് വളരെ ദയയോടും കരുണയോടും ഒക്കെ പെരുമാറാൻ സാധിക്കുക. അതുപോലെ ഈഗോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് നിങ്ങളിപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു പരിഹാരമായിട്ട് മാറും. അതുപോലെ ഈ ഒരു പയൽ ചൂസ് ചെയ്തവരുടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട വ്യക്തികളാണെന്ന് പറയാം. അതായത് ഇവരുടെ ചുറ്റും പല ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇവർ ശരിക്കും മാനസികമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇവർക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു സപ്പോർട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിനൊരു വ്യക്തി ഉള്ളതായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നില്ല. എല്ലാ ഭാരങ്ങളും ഇവർ ഒറ്റയ്ക്ക് ചുമക്കുന്നു. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഭാരം നിങ്ങളിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളാകെ ഇപ്പോൾ സഹിച്ച് വയ്യാത്തൊരവസ്ഥയിലാണ്. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ്. ഒരുപക്ഷെ ശാരീരികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടായിരിക്കാം അത്രയധികം ഒരു ബാഗേജ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും ടയേർഡായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേരുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം. നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു കാര്യം നടന്നു കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് വരും എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതായത് ഇവിടെ ഒരു കാത്തിരിപ്പാണ് കാണുന്നത്. ഇനി ഇവിടുത്തെ ഓരോ കാർഡും നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. ഇതേ സെയിം കാർഡ് തന്നെയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് പൈലിലും കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് പ്ലേസിൽ തന്നെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മളുടെ ഈ റീഡിംഗ് കാണുന്നത് സിംഗിളായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിണങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ ചെറിയൊരു കലഹമൊക്കെ ഉണ്ടായി മാറി നിന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറി നിങ്ങൾ തമ്മിലൊരു ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ടിങ്, ഒരു കണക്ഷൻ, പരസ്പരം മനസ്സിലാക്കുന്ന കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറായി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധം മാറുന്നതാണ്. അതുപോലെ തന്നെ ചിലർ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തൊഴിലിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ കണ്ടിന്യൂഷനായിട്ട് സെക്കൻഡ് വന്നിരിക്കുന്നത് 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്കത് ഫോക്കസ് ചെയ്ത് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തൊഴിൽ അത്രയധികം ഒരു ബർഡൻ ആയിട്ടാൽ ചിലപ്പോൾ വർക്കിൻ്റെ ഓവർലോഡായിരിക്കാം. നിങ്ങൾക്ക് തീർത്തും ഇനി അത് തുടർന്ന് കൊണ്ടുപോകാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലവരതുകൊണ്ട് അവരുടെ തൊഴിലുകൾ മാറി മറ്റൊരു മേഖലയിലേക്ക് പോകാനൊക്കെ നോക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നതും അതുതന്നെയാണ്. അങ്ങനെ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കരിയർ മാറിപ്പോണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഫിസിക്കലിയോ അല്ലെങ്കിൽ മെൻ്റലിയോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കരിയർ റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു 10 ഓഫ് വൺസ് വരുമ്പോൾ ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരുപാട് ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം നിങ്ങളെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ കൂടുതലും നിങ്ങളൊരു പല കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, എല്ലാം കൂടി നിങ്ങളുടെ മേൽനോട്ടത്തിൽ വരിക. ഞാൻ പറഞ്ഞു ഓൾറെഡി മാനസികമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ആരും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാരം, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല, ചിലപ്പോൾ അതൊരു ചിന്തയായിരിക്കാം, നിങ്ങളെ വെറുതെ അനാവശ്യമായിട്ട് കുഴപ്പിക്കുന്നൊരു ചിന്തയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആ അനാവശ്യമായിട്ടുള്ള ബർഡൻ, ആ ഒരു ജോലി ഭാരം എന്താണെങ്കിലും അത് നിങ്ങൾ ഒഴിവാക്കി പോരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങൾ ആ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഏത് മേഖലയിലാണോ നിങ്ങളൊന്ന് മനപ്രയാസപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലായിരിക്കാം, ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചു പോയ വ്യക്തി നിങ്ങളെ ചതിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കാം, ഏത് രീതിയിലാണ് നിങ്ങൾ വിഷമിച്ചിട്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ഹെൽപ്പ് കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു വിഷമം പങ്കിടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കതിനൊരു ആശ്വാസമേകാനായിട്ട് മറ്റൊരു വ്യക്തിയുടെ ഒരു ഹെൽപ്പ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരും. ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. വാൺസ് ഉണ്ടെങ്കിലും പെൻറ്റക്കിൾസിൻ്റെ വളരെ ശക്തമായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ലൊരു മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല രീതിയിൽ ധനം നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായിട്ട് വളരെയധികം ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ളൊരു സ്പ്രെഡാണിത്. അപ്പോൾ അതും നമ്മൾക്ക് നോക്കുമ്പോൾ പല തരത്തിലുള്ള ഒരു ഞെരുക്കം അനുഭവപ്പെട്ടവരാണ് ഈ ഒരു പൈറി ചൂസ് ചെയ്തവർ സാമ്പത്തികമായിട്ട്. പക്ഷേ തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ 4th പ്ലേസിൽ വന്നിരിക്കുന്നത് 2 ഓഫ് വൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാനായിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം വരുന്നുണ്ട്. അത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, നമുക്ക് യാത്രകൾ തന്നെ പലതരത്തിലുണ്ടാവാം. ചിലത് ദുഷ്കരമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ജോലിഭാരം കൊണ്ടുള്ള യാത്രകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു യാത്ര നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും അത് നിങ്ങൾക്ക് വൈകാതെ നടന്നു കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് വെറുതെ ആയി പോവില്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എൻഡിങ് തന്നെ അതിന് കിട്ടും. ഇനി ആ ഒരു 5th പ്ലേസിൽ വന്നിരിക്കുന്നത് പെൻറ്റക്കിൾസിൻ്റെ എനർജി തന്നെയാണ്. ഇവിടെ വന്നിട്ടുള്ളത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾ കുറേ നാളുകളായിട്ട് ജോലിയെടുക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വഴിക്കും പൈസ വന്ന് ചേരുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഒരു പൈസ പോലും ഒരു രൂപ പോലും സേവ് ചെയ്ത് വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് എത്ര പണം വന്നു കഴിഞ്ഞാലും അത് മറ്റൊരു ഭാഗത്തുകൂടി ഒഴുകിപ്പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ നേരിട്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി നിങ്ങൾക്കൊരു സമ്പാദ്യം നമ്മളുടേതാണ് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും മിച്ചം പിടിക്കാനുള്ള ആ ഒരു ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ആ ഒരു വരവും ചിലവും ഇത്രയും നാളും നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു നിക്ഷേപം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടായേക്കാം. അതായത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കും, അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു എനർജിയാണ്. അതായത് അത് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും, അവർ ചിലപ്പോൾ മറ്റുള്ളവരോട് കൂടുതൽ ഇടപഴകുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. അപ്പോൾ അതൊന്നും ആർക്കും കൊടുക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. വളരെയധികം ഒരു പൊസസീവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേച്ചർ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളൊന്ന് ഓപ്പൺ മൈൻഡഡ് ആവേണ്ട ആവശ്യമുണ്ട്. ഇനി അതുപോലെ വന്നിരിക്കുന്നത് 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അതുപോലെ നമുക്ക് ആദ്യത്തെ പ്ലേസിൽ കിട്ടിയിരിക്കുന്ന ലവേഴ്സ് കാർഡുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കുറേ നാളുകളായിട്ട് വഴക്കിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ സൗന്ദര്യപ്പിണക്കമോ എന്ത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും വഴക്കുള്ള ആൾക്കാരായിരിക്കാം, ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, 1-2 പ്രാവശ്യം വേണ്ടി മൂന്നാമത്തേന് നിങ്ങൾ വഴക്കിടുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഹാർമണി, ഒരു ഒത്തൊരുമ, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാവുന്നുണ്ട്.
പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറുടെ ഇങ്ങനെയുള്ളൊരു സ്വഭാവം നിങ്ങൾ അത്രയധികം ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തന്നെ മടുത്തു എന്നുള്ളൊരു തോന്നൽ വരെ എത്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസ് ഈ ഒരു റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു പൈൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ മനസ്സിലാക്കി, അവരെവിടെ പോയിരുന്നാലും നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരും. ആ ഒരു റീയൂണിയൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ 11 ആണ്. ആ ഒരു എനർജി അതിനകത്തുണ്ട്. ആ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ട്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്ന് അർത്ഥമില്ല. ഞാൻ അതിൻ്റെ ഒരു മീനിങ്, ഇന്നർ മീനിങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് എന്നെന്നും ഓർമ്മിക്കാൻ തക്കവണ്ണമുള്ള സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ വെഡ്ഡിങ് ആയിരിക്കാം, അങ്ങനെ എന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറേ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് അവരുമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. അതുപോലെ തന്നെ 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു 4 പില്ലറുകളാണ്, ആ 4 വാണ്ട്സാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി എല്ലാ കാര്യങ്ങളിലേക്കും, റിലേഷൻഷിപ്പിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ മാനസികമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഇവിടെ 4th പൊസിഷനിൽ വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമൃദ്ധി, ആ ഒരു നിറവാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു 4 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജി പറഞ്ഞതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിദേശത്തായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അത്ര ഫാമിലിയായിട്ട് അത്ര രസത്തിലായിരുന്നുള്ള വ്യക്തികളായിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള കുറേ സമയം, അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഫാമിലി വൈസ് ആ ഒരു ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, അങ്ങനെയുള്ള ആ ഒരു നിറവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അവരുമായിട്ട് പിരിഞ്ഞു നിന്നിരുന്നതെങ്കിലും അതിൻ്റെ ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സന്തോഷം ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു രോഗാവസ്ഥ നിങ്ങളെ ചിലപ്പോൾ കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങളൊക്കെ എപ്പോഴും ഉള്ളവരായിരിക്കാം. അതിങ്ങനെ തുടരെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു രോഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നൊരു റിക്കവറി തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് രീതിയിലാണ്, ഫാമിലിയിലായാലും കരിയറിലായാലും ഒക്കെ നിങ്ങളുടെ ഇപ്പോഴുള്ള പൊസിഷൻ അതൊരു സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ ബിസിനസ് മാൻ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ചെയ്യുന്നവരാണെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് ഒരു ബൂമിങ്, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വളർച്ച, അത് ഒന്നും കൂടി കുറേ ആളുകളിലേക്ക് ശ്രദ്ധ തിരിക്കുക, നിങ്ങളുടെ ആ ഒരു ബിസിനസ് വളരുക എന്നുള്ളതൊക്കെ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് മാരേജ് മുടങ്ങിപ്പോയിരുന്നവർ, നല്ല ബന്ധങ്ങൾ കിട്ടാതിരുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മാരേജ് നിങ്ങൾക്ക് അപ്രോച്ച് ആവുന്നുണ്ട്. സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു മാരേജ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനടി കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു കാർഡ്സുകളാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ 10 ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഫാമിലി സെക്യൂരിറ്റി, എല്ലാത്തിലും നിങ്ങൾക്കൊരു ദൃഢതയുള്ള ഉറപ്പുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. സാമ്പത്തികമായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളെ ആ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്താ പറയുക, അവരുടെയൊക്കെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറാൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഇനി ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വരുന്നതും ആ ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതും നമുക്കൊരു പെൻറ്റക്കിൾ എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഏസ് എന്ന് പറയുന്നത് പോലെ ന്യൂ സ്റ്റാർട്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിസിനസ് ആ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ അതിൻ്റെ ഒരു ആദായം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങുന്നുണ്ട്. ഏത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി കൂടുതലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും അങ്ങനെ ഒരു നല്ലൊരു ഭാഗ്യം, നിങ്ങൾക്കൊരു ലക്ക്, ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഓവറോൾ കാർഡ്സിൻ്റെ എനർജി പറയും പോലെ തന്നെ ഒരുപാട് നല്ലൊരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു നല്ല ലൈഫ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചെറിയ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക. അതായത്
ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയൊക്കെ പോലെ ചില കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പൊസസീവ്നെസ്, പിന്നെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു ബാഗേജ്, കർമ്മ ബാഗേജ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ചുമക്കുന്ന ആ ഒരു അനാവശ്യമായ ഭാരം നിങ്ങൾ വിട്ടുകളയുക. അത് നിങ്ങളുടെ ചിന്തകളായിരിക്കാം, അതൊക്കെ ഉപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു പൈൽ ചൂസ് ചെയ്തവരിൽ നിങ്ങളുടേതായിട്ടുള്ള എനർജി ഇതിനകത്തുണ്ടോ, അതുപോലെ നിങ്ങളുമായിട്ട് റെസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇതിൽ പറഞ്ഞത് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന നല്ലൊരു ശതമാനം റിസൾട്ടും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾക്കത് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു റിലേഷൻഷിപ്പും ഒക്കെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളുടെ കുടുംബം അത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.